إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير كلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമേ എന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗരയൂഥത്തിലെ സൂര്യനെ വലയം വെക്കുന്ന ഗ്രഹങ്ങളിലൊന്നാണ് ഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ അനേകായിരം ജീവനുകളുണ്ട്. ആ ജീവനുകളിൽ കരയിൽ ജീവിക്കുന്നവയും വെള്ളത്തിൽ ജീവിക്കുന്നവയും മരുഭൂമിയിലെ പ്രകൃതം ഇഷ്ടപ്പെടുന്നവയും അതുപോലെ തന്നെ മഞ്ഞിൽ ജീവിക്കുന്നവയും വനാന്തരങ്ങളിൽ താമസിക്കുന്നതുമായുള്ള ഒട്ടനേകം ജീവജാലങ്ങളുണ്ട്. അവയിൽ ഏകാന്തവാസം ഇഷ്ടപ്പെടുകയും അങ്ങനെ ജീവിക്കുന്ന ജീവികളും എന്നാൽ അതേപോലെ തന്നെ സമൂഹമായിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജീവികളും നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ സമൂഹമായിക്കൊണ്ട് ജീവിക്കുന്ന സാമൂഹ്യ ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനെ കുറിച്ച് പറയുന്നത് തന്നെ സോഷ്യൽ ആനിമൽ, സാമൂഹ്യ ജീവി എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു നിർവചനമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികൾ എന്ന നിലയിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, ഏകാന്തവാസം അനുഷ്ഠിക്കുക എന്നുള്ളത് മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പ്രയാസമുള്ള ഒരു സംഗതിയാണ്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ മറ്റു മനുഷ്യരുമായിട്ട് സഹകരിക്കാതെ അവരോട് ബന്ധപ്പെടാതെ ഒരു സുഗമമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് ഒരു അത്യന്തം ക്ലേശകരമായിട്ടുള്ള, നമുക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു ജീവിതമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പരസ്പരം ബന്ധപ്പെടാതെ, പരസ്പരം സഹകരിക്കാതെ, മറ്റു മനുഷ്യരുമായി സംസാരിക്കാതെ, മിണ്ടാതെ കഴിഞ്ഞുകൂടുക എന്നുള്ളത്, അവരോട് ഇടപഴകാതെ, ഇടപാടുകൾ നടത്താതെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം പ്രയാസമുള്ളതാണ്. ഒരു സമൂഹം എന്ന നിലയിൽ
നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുമായിട്ടുള്ള ഒരു സംഗതിയാണ് സമൂഹമായിട്ട് കഴിയുക, സമൂഹത്തിലുള്ള സാമൂഹ്യ ജീവിതം, അതിന് വളരെ പ്രാധാന്യം നൽകുക എന്നുള്ളത്. ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. പല കുടുംബങ്ങൾ ചേർന്നിട്ടാണ് സമൂഹമായി അത് രൂപാന്തരം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം മനോഹരമാക്കുക, കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കുടുംബത്തിലെ മറ്റുള്ളവരുമായി മിണ്ടാതെ, സഹകരിക്കാതെ, പരസ്പര സ്നേഹമില്ലാതെ, പരസ്പരം നല്ല രീതിയിൽ പെരുമാറാതെ നമുക്ക് ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ സംഗതിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു കുടുസായി, പ്രയാസമുള്ളതായി, സമാധാനമില്ലാത്ത ഒരു ജീവിതമായിട്ട് നമുക്ക് മാറുകയും ഒരു തൃപ്തികരമല്ലാതെ വളരെ വിഷമിച്ചുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പോകുന്നു എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. ആ കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നതിലൂടെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരുപാട് ഹദീസുകളും വചനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ കുടുംബ ബന്ധത്തിന്, കുടുംബജീവിതത്തിന്, കുടുംബമായി കഴിയുന്നതിന് വളരെയധികം പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഏകനായിക്കൊണ്ട് ഏകാന്ത ജീവിതം നയിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബജീവിതം എങ്ങനെയാണ് നമുക്ക് മനോഹരമാക്കുക എന്നുള്ളത് നമ്മളേറെ ചിന്തിക്കുന്ന, നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിട്ട്, ഒരു വിഷയമായിട്ട് നമ്മളെല്ലാവരും കരുതുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, മക്കളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് കൂടി വളരെ സന്തോഷത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി, നല്ല പെരുമാറ്റത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെയൊക്കെ ബന്ധങ്ങൾ, ആ കുടുംബ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു മനസ്സമാധാനമുള്ള, ഒരു ഇമ്പമുള്ള കുടുംബമായിട്ട് മാറുകയുള്ളൂ. അങ്ങനെയാവുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലും ഒരു സന്തോഷമുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഈ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവനൊരുപാട് ചുമതലകൾ ഒരേ സമയം വഹിക്കുന്നുണ്ട്. അവൻ ഒരേ സമയം വാപ്പയാവാം, അതുപോലെ തന്നെ മകനാവാം, വല്യുപ്പയാവാം, പേരക്കുട്ടിയാവാം, ഇങ്ങനെ ഒരു ഭർത്താവാകാം. ഇങ്ങനെ ഒരുപാട് ചുമതലകൾ ഒരു പുരുഷൻ ഒരേ സമയം വഹിക്കുന്നുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവൾ ഒരേ സമയം ഉമ്മയും മരുമകളും അതേപോലെ തന്നെ ഭാര്യയും അതേപോലെ തന്നെ സഹോദരിയും ഒക്കെ ആയിക്കൊണ്ട് അവളും ഒരുപാട് ചുമതലകൾ ഈ കുടുംബത്തിൽ, ഈ കുടുംബജീവിതത്തിൽ വഹിക്കുന്നുണ്ട്. ഒരേ സമയം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. എങ്ങനെയാണ് ഇങ്ങനെ ഈ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും നമ്മിലുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈ കുടുംബത്തെ നമ്മൾ ഇമ്പമുള്ളതാക്കി മാറ്റുക എന്നുള്ളത് നമ്മളേറെ ചിന്തിക്കുന്ന, നമ്മളേറെ കാലം ആലോചിക്കുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെ ഈ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് നമ്മളുണ്ടാവുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലായിക്കൊണ്ട് അത് അലങ്കാരമല്ല, അതെനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു അമാനത്തായി കണ്ടുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ, ആ റോളുകൾ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബജീവിതം വളരെ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ഈ കുടുംബജീവിതം മനോഹരമാക്കാൻ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അല്പനേരം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ വീടുകൾ സംസാരിക്കുന്ന കേന്ദ്രങ്ങളാവുക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു വലിയൊരു മൂല്യമാണ് ഈ സംസാരിക്കുന്ന, പരസ്പരം ഉമ്മയും ഉപ്പയും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന്, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മുടെ വീടുകളിൽ സംസാരിക്കുന്ന ഒരു സംവിധാനം ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് കുറച്ച് ഒരു 8-10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ
എത്തി നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഉപ്പയും ഉമ്മയും മക്കളുമൊക്കെ അടങ്ങുന്ന ആ കുടുംബം, വല്യുപ്പയും വല്യമ്മയും ഒക്കെയുള്ള പേരക്കുട്ടികളൊക്കെയുള്ള ആ കുടുംബത്തിൽ നമ്മളെല്ലാവരും ഒരു തേന്മേശയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ട് പരസ്പരം വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടായിരുന്നു മനോഹരമായിട്ട് നമ്മൾ ഭക്ഷണം വരെ കഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പലർക്കും പല സമയമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി തന്നെ പലരും പല സമയങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നത്. മകനൊരു സമയത്ത് കഴിക്കുന്നു, മകൾ വേറൊരു സമയത്ത് കഴിക്കുന്നു, ഉപ്പയും ഉമ്മയും വേറെ വേറെ സെപ്പറേറ്റ് ആയിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ പല സമയങ്ങളിലായിക്കൊണ്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. ആദ്യം ഒരു തവണ വിളമ്പിയിരുന്ന ആ ഭക്ഷണം ഇന്ന് പലപ്പോഴായിക്കൊണ്ട് പലരും പല സന്ദർഭങ്ങളിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വിളമ്പുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. നമ്മുടെ വീടുകളിൽ പലരും ഇപ്പോൾ സംസാരിക്കാൻ ഉമ്മയോടും ഉപ്പയോടും മക്കളോടുമൊക്കെ സംസാരിക്കുന്ന ഒരു സന്ദർഭം തന്നെ വളരെ അപൂർവമായിട്ടാണ്. പണ്ട് നമ്മൾ ഖുർആൻ മഗ്‌രിബിന് ശേഷം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഖുർആനൊക്കെ ഓതി കുട്ടികളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരല്പനേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. ഇന്ന് ആ ഒരു സംസാരം നമ്മിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് പലപ്പോഴും പല കുടുംബങ്ങളിൽ, ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ കുടുംബങ്ങളിലും ഇന്ന് കാണാൻ സാധിക്കുന്നത് അതാണ്. ഇന്ന് സംസാരിക്കുന്നില്ല. മകൻ സ്കൂളിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ മകൾ സ്കൂൾ വിട്ട് അവരുടെ പഠനം കഴിഞ്ഞുകൊണ്ട് ആ ദിവസം വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ അന്ന് സ്കൂളിൽ എന്താണ് സംഭവിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് സ്കൂളിൽ നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കാൻ ഇന്നൊരു പിതാവോ ഒരു മാതാവോ തയ്യാറാവുന്നില്ല. ഭർത്താവിൻ്റെ ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ ഭർത്താവിനോട് വിശേഷങ്ങൾ പങ്കുവെക്കാനും അതിന് സമയം കണ്ടെത്താനും ഒന്നും ഇന്ന് ഭാര്യമാർ തയ്യാറാവുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ വീടും തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ മക്കളെയും ഒക്കെ പരിപാലിച്ചിരുന്ന, തൻ്റെ വസ്ത്രങ്ങൾ അലക്കിത്തരുന്ന ഭാര്യ, ആ ഭാര്യ രാത്രി നമ്മുടെ കിടപ്പറയിലേക്ക് വരുമ്പോൾ ആ ഭാര്യയോട് ഇന്ന് എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് സ്നേഹത്തോടെ ചോദിക്കാൻ നമ്മളാരും തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞതാണ്. ചെറിയ കുട്ടികൾ മുതൽ വല്യുപ്പമാർ വരെ തങ്ങളുടെ വീടുകളിൽ ഇന്ന് സംഭവിക്കുന്ന ഈ മാറ്റം തിരിച്ചറിഞ്ഞവരാണ്. ഇന്ന് സംസാരിക്കാൻ ആളുകളില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞവരാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് മൊബൈൽ ഫോണുകളിലുള്ള ആ ലോകം മാത്രം അവർ ആസ്വദിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന, ഇങ്ങനെ സംസാരിക്കാത്ത ഉമ്മയോടും ഉപ്പയോടും തൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാത്ത, ആ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു ജീവിതം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയുണ്ട്, മൊബൈൽ ഫോണിൻ്റെ ആപ്പിൾ കമ്പനി. അതിൻ്റെ എം ഡി ഒരിക്കൽ അദ്ദേഹവുമായി നടന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം അദ്ദേഹം നേരിടുകയുണ്ടായി. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: താങ്കൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള, ഈ തിരക്കേറിയ ഈ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമയം ഏതാണെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ വൈകുന്നേരം രാത്രി ഞങ്ങളുടെ കുടുംബം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാവരും 1 മണിക്കൂർ നേരം ഞങ്ങളുടെ ഫോണുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ 1 മണിക്കൂർ പരസ്പരം സംസാരിക്കും. കളിതമാശകൾ പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ ഞങ്ങൾ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതം ആനന്ദകരമാക്കാൻ, മനസ്സമാധാനത്തോടു കൂടി നയിക്കുന്നതിന് വേണ്ടി, ഒരു സന്തോഷം അവിടെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കാണേണ്ട ഏറ്റവും വലിയൊരു മൂല്യം ഇതാണ്. നമ്മുടെ ഒരു നിശ്ചിത സമയം, കുറഞ്ഞ സമയം നമ്മുടെ ആ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിൽ നിന്ന് ഒന്നിറങ്ങി വന്നുകൊണ്ട് കുറച്ചു നേരം ഉപ്പയും ഉമ്മയും മകളും എല്ലാം അടങ്ങുന്ന നമ്മുടെ ആ ഫാമിലി, കുറച്ചു നേരം നമ്മുടെ ആ കുടുംബം ഒന്ന് സംസാരിച്ചിരുന്നാൽ നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാവുകയും ആ വീടുകളിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ പരിഹാരമാവുകയും ചെയ്യും.
ഉപ്പ മകൾ ഉപ്പയോട് തൻ്റെ സ്കൂളിൽ നടക്കുന്ന സംഗതികൾ മുഴുവൻ പറയും. അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ, പ്രതിസന്ധികളുണ്ടെങ്കിൽ അതെല്ലാം ആ മകൾ ഉപ്പയോട് പറയും. മകൻ തനിക്ക് നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും തൻ്റെ ഉപ്പയോടും ഉമ്മയോടും ആ സമയത്ത് ചെലവഴിക്കും. ആ ചെലവഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മകളെയും നമ്മുടെ മകനെയും ഒക്കെയാണ്. ആ സമയങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്ന ആ സമയം നമ്മളിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോൾ, നമ്മളിങ്ങനെ പരസ്പരം കളിതമാശകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെലവഴിക്കുമ്പോൾ, നമ്മളോട് ഓരോന്നോരോന്നായിക്കൊണ്ട് നമ്മുടെ മക്കൾ ഓരോന്നോരോന്നായിക്കൊണ്ട് ഇങ്ങനെ തുറന്നു പറയുമ്പോൾ നമ്മൾ അവരുടെ ഒരു കൂട്ടുകാരിയായിക്കൊണ്ട് മാറും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഉപ്പ ഒരു മകന് സുഹൃത്തായാൽ, ഉമ്മ ഒരു മകൾക്ക് അതേപോലെ തന്നെ ഒരു കൂട്ടുകാരിയായാൽ, നമ്മുടെ കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറും എന്നുള്ളതാണ്. ഓൺലൈനിലൂടെ വരുന്ന തട്ടിപ്പുകൾക്ക് നമ്മുടെ മക്കൾ ഇരയാവുകയില്ല. പ്രണയത്തിൻ്റെ വലയങ്ങളിൽ നമ്മുടെ മക്കൾ പങ്കാളികളാവുകയില്ല. അതിൽ ചെന്ന് ചാടുകയില്ല. ലഹരിക്ക് അടിമപ്പെടുകയില്ല. ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കുടുംബങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ നമ്മുടെ ഒരു കെട്ടുറപ്പ് കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഈ സംസാരം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉപ്പ മകനെയും മകൻ ഉപ്പയെയും ഉമ്മയെയും അതേപോലത്തെ സഹോദരന്മാരെയും മക്കളെയോടുമൊക്കെ പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് മാറും. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മകനാണ് എന്നെ നോക്കുക എന്ന് നോക്കേണ്ടതെന്നും അതുകൊണ്ട് അവനെ സ്നേഹിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഒരു ഉപ്പ തീരുമാനിക്കുമ്പോഴാണ്, ഒരു ഉപ്പ ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് തൻ്റെ മകനോട് കൂടുതൽ അനുകമ്പയും സ്നേഹവും ഉണ്ടാവുക. ഇതെൻ്റെ വാപ്പയാണെന്നും എന്നെ ചെറുപ്പം മുതൽ നോക്കി വളർത്തിയത്, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നത് എൻ്റെ വാപ്പയാണ്. അതുകൊണ്ട് വാപ്പാനോട് ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി പെരുമാറേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഓരോ മകനും മകളും തിരിച്ചറിഞ്ഞാൽ ആ ഉപ്പ മകൻ അല്ലെങ്കിൽ ഉപ്പ മകൾ ഉമ്മ മകൻ ബന്ധം എന്ന് പറയുന്നത് ദൃഢമായി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ സഹോദരനാണ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, എൻ്റെ സഹോദരനാണ് എൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം നോക്കേണ്ടത് എന്ന് ഓരോ ആളുകളും തീരുമാനിക്കുകയാണെങ്കിൽ സഹോദര്യ ബന്ധം അവിടെ ദൃഢപ്പെടും. ഇങ്ങനെ പരസ്പരം ബഹുമാനത്തോടുകൂടി പരസ്പരം തൃപ്തിയോടുകൂടി പരസ്പരം ആദരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ബന്ധങ്ങളെ ഊഷ്മളമാക്കുകയാണ് എങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെല്ലാം അതിനവരുടെ സ്ഥാനമില്ലാതാവുകയും നമ്മൾ കൂടുതൽ സ്നേഹത്തോടു കൂടി സൗന്ദര്യത്തോടു കൂടി നമ്മുടെ കുടുംബജീവിതം ആസ്വദിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായിട്ടുള്ളത് കുടുംബ ബന്ധം മുറിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, ലാ തദ്ഖുലുൽ ജന്നത മൻ ഖാതിഹുർ റഹിമ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഒരുപാട് കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കണ്ടതാണ്. ഓരോ കുടുംബങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ പറയുന്നത് കേട്ട് എന്താലേ അവർക്ക് മുമ്പ് നല്ല സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളായിരുന്നല്ലോ, ഇപ്പം എന്താ അവർക്കിടയിൽ ഇത്ര വലിയ പ്രശ്നം എന്ന് നമ്മൾ പലപ്പോഴായി ചിന്തിക്കാറുണ്ട്. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ അത് അറിയിച്ചില്ല എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തന്നോട് പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഇന്ന് പല സഹോദര ബന്ധങ്ങളും ഇന്ന് അവസാനിക്കുന്നുണ്ട്. വലിയ വർഷങ്ങൾ മിണ്ടാതെ ഇരുന്നു കൊണ്ട് സ്വന്തം സഹോദരനോട്, സ്വന്തം സഹോദരിയോട്, സ്വന്തം വാപ്പയോട്, സ്വന്തം ഉമ്മയോട്, സ്വന്തം മകനോട്, സ്വന്തം മകളോട് സംസാരിക്കാതെ വർഷങ്ങളായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളൊന്ന് എന്താണ് ഈ പ്രശ്നം, എന്താണ് എനിക്കും എൻ്റെ സഹോദരനും ഇടയിലുള്ള ആ പ്രശ്നം, എന്താണ് എനിക്കും എൻ്റെ ഉപ്പാക്കും ഇടയിലുള്ള പ്രശ്നമെന്ന് നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഒരു പ്രശ്നവുമില്ല. അത് ഇത്ര കൊല്ലം ഇത്രയും
സമയം മിണ്ടാതിരിക്കാനുള്ള തെറ്റാനുള്ള ഒരു കാരണമാക്കാനുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 ദിവസത്തിലധികം ഒരു വിശ്വാസികൾ പരസ്പരം മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഴപ്പക്കാരായ ആളുകളെ പറ്റി പറഞ്ഞത് അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുകയും ചെയ്തവരാണവർ എന്നുള്ളതാണ്. അയൽപ്പക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇങ്ങനത്തെ അതേപോലെ തന്നെ നമ്മുടെ അടുത്തതും അകന്നതുമായിട്ടുള്ള ബന്ധുക്കളുമായിട്ടുള്ള ആ ബന്ധങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ള ആ സൗഹൃദ ബന്ധങ്ങൾ, ഇതെല്ലാം മുറിക്കുന്ന ചെറിയ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ബന്ധങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്ന, അതെല്ലാം സ്റ്റോപ്പിടുന്ന ആളുകളാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാർ എന്നാണ് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ചെറിയ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബന്ധങ്ങൾ അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതെല്ലാം പറഞ്ഞ് ഒന്ന് ഒപ്പമിരുന്ന് സംസാരിച്ചാൽ, എൻ്റെ സഹോദരനുമായിട്ട് എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനൊന്ന് അടുത്തിരുന്ന്, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അടുത്തിരുന്ന് അവനോടൊന്ന് സംസാരിച്ചാൽ അവിടെ തീരും ആ പ്രശ്നം. ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മകളോട്, മകനോട് എന്ന് വേണ്ട സകല ബന്ധങ്ങളും, ആ ബന്ധങ്ങളെല്ലാം ഇല്ലാതാവുന്നത് ഈ സംസാരങ്ങൾ, പരസ്പരമുള്ള ആ മനസ്സിലാക്കൽ ഇല്ലാത്തത് കൊണ്ടും ഈ പരസ്പരമുള്ള സംസാരങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറയും, അവിടെ ഇങ്ങനെയുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് ആ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും പറയുന്ന ഒരു മറുപടി ഉണ്ട്, കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വാക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. കുടുംബജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഡ്ജസ്റ്റ് അല്ല ചെയ്യേണ്ടത്, അത് അവിടെ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ട്. 2 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു വൃദ്ധനായ ഒരാൾ നമ്മുടെ തൊട്ടരികിൽ വന്നിരിക്കുന്നത്. നമുക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ നമുക്ക് തോന്നുന്നില്ല, അവിടെ ഇരിക്കാൻ കുറച്ച് ദൂരമുണ്ട് പോവാൻ, നമുക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. അപ്പോഴാണ് കണ്ടക്ടർ വന്ന് പറഞ്ഞത്, ഒന്ന് നീങ്ങിക്കൊടുത്താണ്, നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുക എന്ന് പറയാം. അപ്പോൾ നമ്മളൊന്ന് നീങ്ങിക്കൊടുത്തുകൊണ്ട് 2 പേർക്ക് ഇരിക്കേണ്ട ആ സീറ്റിൽ നമ്മളൊന്ന് നീങ്ങിക്കൊടുത്തുകൊണ്ട് ആ വൃദ്ധനായ ആൾക്ക് കൂടി അവിടെ സൗകര്യം ചെയ്തു കൊടുത്താൽ നമ്മുടെ 3 പേരുടെ, ആ സീറ്റിലുള്ള 3 പേരുടെയും യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാവും. 3 ആളുകൾക്കും ഒരു സുഖകരമായുള്ള ഒരു യാത്ര എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ വരെ എത്താൻ കഴിയുകയില്ല. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ വൃദ്ധനായ ഒരാളാണ്, അയാൾക്ക് ഇവിടെ നിൽക്കാൻ പ്രയാസമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് കൊടുത്താൽ അയാൾക്ക് അവിടെ സുഖകരമായിട്ട് ഇരിക്കാൻ കഴിയും. അയാളുടെ യാത്രയും സുഖകരമായിക്കൊണ്ടുള്ള ഒരു യാത്ര അയാൾക്കും കഴിയും. ആ എഴുന്നേറ്റ് കൊടുത്തതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ യാത്രയും ഒരു സുഖകരമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം നമുക്കുണ്ടായാൽ, എൻ്റെ ഉപ്പയുടെ പെരുമാറ്റം എനിക്കറിയാം, എൻ്റെ ഉമ്മയുടെ സ്വഭാവങ്ങൾ എനിക്കറിയാം, എൻ്റെ അനിയൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം, എൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം, എൻ്റെ ഭാര്യ എങ്ങനെയാണെന്ന് എനിക്കറിയാം, എൻ്റെ മക്കൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ, ആ രൂപത്തിൽ അവരോട് പരസ്പരം ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ കുടുംബ ബന്ധം മുറിക്കാനല്ല ശ്രമിക്കേണ്ടത്, ആ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട്. ഈ ബന്ധം ഇവിടെ തകർന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന നഷ്ടം, ഒരു സമാധാനം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സമാധാനത്തോടുകൂടി സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിന് നമ്മൾ മാതൃകയാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്ന എല്ലാ ഘടകങ്ങളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. നല്ലൊരു ഭർത്താവിനെ നോക്കണമെങ്കിൽ നമുക്ക് അവിടെ കാണാം, നല്ലൊരു സുഹൃത്തിനെ നമുക്ക് അവിടെ കാണാം, നല്ലൊരു
മകനെ ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, നല്ലൊരു മരുമകനെ എല്ലാം നമുക്ക് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെയാണ് ഈ കാര്യത്തിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്. ആ പ്രവാചകൻ കാണിച്ചു തന്ന ആ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അത്തരത്തിൽ ഈ കുടുംബ ബന്ധങ്ങൾ മുറിക്കാതെ, കുടുംബ ബന്ധങ്ങൾ ദൃഢമായി നിർത്തുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.